ജനറലി ഒരു കീ ഹോൾ സർജറി ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ പേഷ്യൻസിനും നമുക്ക് റോബോട്ടിക് സർജറി ചെയ്യാം. ഇന്ന പേഷ്യൻസിന് പാടില്ല എന്ന് നിർബന്ധമായിട്ടില്ല. പക്ഷേ വയറിൻ്റെ ഉള്ളിൽ ഇതിനു മുമ്പ് തുറന്നുള്ള ഓപ്പറേഷനുകൾ കുറേ എണ്ണം ചെയ്തിട്ടുണ്ടെന്ന് വരും. ഉം, ഉം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ റോബോട്ടിക് സർജറിയും അതിൻ്റെ ടെലിസ്കോപ്പിനും അതിൻ്റെ ക്യാമറയ്ക്കും എല്ലാം അകത്ത് അനങ്ങാനും അതിൻ്റെ ഉള്ളിൽ ചലിക്കാനുള്ള സ്ഥലം ചിലപ്പോൾ കുറവായിരിക്കും. കുടലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുക അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റോബോട്ടിക് സർജറി ആവുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നാലും നമ്മൾക്ക് പലപ്പോഴും ഇപ്പോൾ എക്സ്പെർട്ടീസ് കൂടി വരുമ്പോൾ അങ്ങനത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷനുകളും റോബോട്ടിക് സർജറി വഴി ചെയ്യാൻ പറ്റും. പിന്നെ ചിലർക്ക് ജനറൽ അനസ്തീഷ്യ പറ്റില്ല. കാരണം ഈ റോബോട്ടിക് സർജറി ജനറൽ അനസ്തീഷ്യയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുൾ മയക്കണ അനസ്തീഷ്യ പറ്റാത്ത രോഗികൾ, വേറെ എന്തെങ്കിലും ഹാർട്ടിൻ്റെ അസുഖം കൊണ്ടോ ലങ്സിൻ്റെ അസുഖം കൊണ്ടോ അങ്ങനെയുള്ള രോഗികൾക്കാണെന്നുണ്ടെങ്കിൽ റോബോട്ടിക് സർജറി ചെയ്യാൻ പറ്റില്ല. കാരണം ജനറൽ അനസ്തീഷ്യ ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ വളരെ വലിയ മുഴകൾ, വയറിൻ്റെ ഉള്ളിൽ കുടലിലുള്ള ക്യാൻസറുകളെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മുഴകൾ വളരെ വലിപ്പം കൂടിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറലി വയർ തുറന്നുള്ള ഓപ്പറേഷൻ. കാരണം അത്രയും വലിയ മുഴ നമുക്ക് റോബോട്ടിൻ്റെ ഈ ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് വഴി എടുത്തു മാറ്റണത് നല്ലതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ക്യാൻസർ വളരെയധികം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷനിൽ നമ്മൾ റോബോട്ടിക് സർജറി അഡ്വൈസ് ചെയ്യാം.